ഇന്ന് നമുക്ക് പരിപാടി അതിൻ്റെ ഉള്ളിൽ വില്ലേജസിനെ നിർത്താനുള്ള ഏരിയ സെറ്റ് ചെയ്യണം. ഓരോ വില്ലേജസിനും 2 ബ്ലോക്ക് എന്ന രീതിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിൽക്കാൻ. അല്ല 2 ബ്ലോക്ക് അല്ല 4 ബ്ലോക്ക്. സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാകട്ടെ കേട്ടോ. സ്റ്റോൺ ബ്രിക്ക് സ്റ്റെയർ ഉണ്ടാകട്ടെ. ഇത് തൽക്കാലത്തേക്ക് തീർക്കാൻ ഓരോ പില്ലേഴ്സിൻ്റെ അവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റെയർ ഇവിടെ ഇത് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത മുകളിൽ സ്ലാബ് ഉണ്ടല്ലോ. ആക്സ് ഇല്ല. അത് പൊട്ടിക്കണമെങ്കിൽ ആക്സ് വേണ്ടേ നമ്മുടെ ആക്സ് ഉണ്ടാകട്ടെ. പിക്കാക്സ് എക്സ്ട്രാ എടുത്ത് വെച്ചിരുന്നു. ഇതിപ്പോൾ പൊട്ടി. ഈ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. അടുത്ത 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് വെക്കാൽ. അടുത്ത പില്ലറിൻ്റെ അവിടെ വെക്കണം. ഇത് വേണ്ടല്ലോ. വേണ്ട മുന്നിൽ ബ്ലോക്ക് വെക്കാം. ഒരു ചെറിയൊരു ഷെഡ് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷെഡ് മീൻസ് അതേപോലത്തെ മേൽക്കൂരയും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ആയിട്ട് വെച്ചിട്ട് ഇത് അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ ഈ പരിപാടി. കുഴപ്പമില്ല, രസമുണ്ട് അല്ലേ? അടുത്ത് നോക്കട്ടെ. യെസ്, ഉണ്ട്. ചാടുക, സ്റ്റെയർ വെക്കുക, അടുത്ത സ്റ്റെയറും വെക്കുക. അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ മുകളിൽ സ്ലാബ് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ചാടുക, ഇത് വെക്കുക, സ്റ്റെയർ വെക്കുക, അടുത്ത സ്റ്റെയർ വെക്കുക. തിരിഞ്ഞു പോയി. അടുത്ത സ്റ്റെയർ എടുത്ത് വെക്കുക, കണക്ട് ചെയ്തിട്ട് അടുത്ത അങ്ങനെ മുന്നിലേക്ക് നീട്ടിയിട്ട് സ്റ്റെയർ വെക്കണം. ഒന്ന് സ്റ്റെയർ വെക്കുക, താഴെ ഇറങ്ങിയിട്ട് അതേപോലെ അപ്പുറത്തും വെക്കണം. മുന്നിൽ ബ്ലോക്ക് വെക്കുക. നമ്മൾ അവിടെ വെച്ചോ തിരിഞ്ഞു പോയില്ല, നമുക്ക് പിന്നെ വെക്കാം. ലാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. ഒരു ബ്ലോക്ക് വെക്കുക, രണ്ടാമത്തെ ബ്ലോക്ക് വെക്കുക, സ്റ്റെയർ വെക്കുക, സ്റ്റെയർ വെക്കുക. ഇത് ചെറിയ പണിയായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇന്നും നമ്മുടെ എപ്പിസോഡിൽ തന്നെ ഉണ്ടാവുള്ളൂ. നോക്കാം, ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സ്റ്റെയർ മിസ്പ്ലേസ് ആവണ ഓരോ ഇനി കുറച്ചെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. സ്റ്റെയർ ചെറിയ സിമിട്രിക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. 2 സൈഡത്തെ ലെങ്ത് ഒരുപോലെ ആയില്ല. അതുകൊണ്ട് സിമിട്രിക്ക് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. സിമിട്രി മീൻസ് ഒരേപോലെ
അത് തിരിഞ്ഞു പോയി. സ്റ്റെയറിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഉദ്ദേശമല്ല വരിക. മുന്നിൽ 2 ബ്ലോക്ക് കൂടി വെക്കുക. പൊട്ടിച്ചത് നേരെ വെച്ചാൽ പോരെ. അത്യാവശ്യം വർക്ക് രസമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ വില്ലേജേഴ്സൊക്കെ വരും. ഓൾമോസ്റ്റ് എല്ലാ വില്ലേജേഴ്സിനും ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യണം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. അതല്ലേ റൂഫിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ റെഡിയാക്കാൻ നോക്കണം. ഇവിടെ 2 സ്റ്റെയർസ് വെച്ചേക്കാം അല്ലേ. സ്റ്റെയർ കുറച്ച് എക്സ്ട്രാ ഉണ്ട് ഇവിടെ. അതിൽ അടച്ച കുളമാവും. കുളമാവും ഇപ്പുറത്തേക്ക്. ഇനി സൈഡിക്ക് മൂല അരിച്ചിട്ട് വെക്കാൻ. അപ്പോൾ അതുമായിട്ട് മറിച്ചായി പോയിക്കോളും. നമ്മുടെ കയ്യത്ത് സ്റ്റെയറും തീരും. രസമല്ലേ. ഇനി ഇവിടെ ഡോറ് സെറ്റ് ചെയ്യണ്ട നമുക്ക്. ഡോറും കുറച്ച് ട്രാപ്പ് ഡോറും കൊടുക്കുക. ജനല് മൈൻക്രാഫ്റ്റിലെ ട്രാപ്പ് ഡോർ എന്ന പേര്. ജനൽ പോലെയാണുള്ള സംഭവം. എന്നിട്ടൊരു ഡിസൈൻ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. സംഭവം നൈസാ. ഇങ്ങനെ വെച്ചാൽ റെഡി ആവില്ല, തിരിച്ചു വെക്കണം. 1 2 ഇരുന്നിട്ട് വേണം ഇരിക്കണം. 1 അതിൻ്റെ മുകളിൽ കൂടി 1. ഇനി ടോപ്പിലും വെക്കണം. തുറക്കട്ടെ കേട്ടോ. ഇനി ടോപ്പിൽ നിന്ന് ഇരിക്കുക. ഇവിടെ ഒരു 4 വേണം അല്ലേ. ഉണ്ടാക്കട്ടെ കേട്ടോ. നാലെണ്ണം. 1 ഇരിക്കുക. 2 3 മുകളിലും വെക്കണം. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം സൂപ്പർമാനാട്ടോ. ഞാൻ വെറുതെ ഇട്ട് വയ്ക്കാം. ഇതിങ്ങനെ ഇരിക്കണ ബോറാണോ? ആ ഡോറിൻ്റെ പൊസിഷൻ, ഡോറ് പൊട്ടിച്ചിട്ട് ഉള്ളിൽ നോക്കട്ടെ, പുറത്തുനിന്ന് നോക്കട്ടെ. ഇവിടെ അല്ല, പുറകത്തെ ബ്ലോക്കിലാക്കണം. ഇപ്പം റെഡി ആയില്ലേ. നമുക്ക് വില്ലേജസിനെ ബോട്ടിലിരുത്തിയിട്ട് കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. ഞാൻ എന്തിനാണെന്നറിയോ ഇങ്ങനെ 4 ബ്ലോക്ക് വെച്ചത്? നമുക്ക് വേണമെങ്കിൽ ബോട്ടിലായിട്ട് തന്നെ അവിടെ ഇരുത്താലോ. ഈ വില്ലേജസ് ബേബീസ് വലുതാവുന്ന ടൈം കൊണ്ടേ ബോട്ടിലിരുത്തിയിട്ട് തന്നെ വെക്കാം അവന്മാരെ. നാല് ബ്ലോക്ക് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നോളും. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ താഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വില്ലേജേഴ്സിന് വേണമെങ്കിൽ ഇടാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.